ഈ അക്കാഡമിക് ഇയറിൽ കോടതി വിധിയുടെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ വിദ്യാഭ്യാസ അവകാശ നിയമത്തിലും വിദ്യാഭ്യാസ ചട്ടങ്ങളിലും പറയുന്ന ഇതനുസരിച്ച് രാവിലെ 15 മിനിറ്റും വൈകുന്നേരം 15 മിനിറ്റും അധികമായി ഒരു ദിവസം അരമണിക്കൂർ അധികമായി എടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിരുന്നു. ഇതിനെ സംബന്ധിച്ചിടത്തോളം ചില പ്രതിഷേധങ്ങളും ചില പരാതികളും ലഭിച്ചിരുന്നു. പൊതുവിദ്യാഭ്യാസ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം പ്രതിഷേധങ്ങളും പരാതികളുമായി മുന്നോട്ട് പോകുന്നതിൽ താല്പര്യമില്ല. ആയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് മാനേജ്മെൻറ്റ് അസോസിയേഷനുകളുടെ യോഗം വിളിച്ചിരുന്നു. CMS, KPSMA, എയ്ഡഡ് സ്കൂൾ മാനേജ്മെൻറ്റ് അസോസിയേഷൻ, മദ്രാസ ബോർഡ്, മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി, LMS, SN ട്രസ്റ്റ്, SNDP യോഗം സ്കൂൾസ്, കേരള എയ്ഡഡ് സ്കൂൾ മാനേജ്മെൻറ്റ് അസോസിയേഷൻ, സമസ്ത, EK, AP വിഭാഗം, NSS സ്കൂൾസ് തുടങ്ങിയ കേരളത്തിലെ എല്ലാ എയ്ഡഡ് മാനേജ്മെൻറ്റിനെയും പ്രതികരിക്കുന്ന ആൾക്കാർ പങ്കെടുത്തിരുന്നു. എല്ലാവരുടെ അഭിപ്രായങ്ങൾ കേട്ടു. അഭിപ്രായങ്ങൾ പറയുന്നതിന് മുമ്പ് തന്നെ ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടത് എന്നതിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവരോട് വിശദീകരിച്ചു. അതിനുശേഷം എല്ലാവരും അഭിപ്രായം പറഞ്ഞു. മഹാഭൂരിപക്ഷം വരുന്ന ആൾക്കാരും ഗവൺമെൻറ്റിൻ്റെ തീരുമാനത്തെ സ്വാഗതം ചെയ്തു അവർ അംഗീകരിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. ചർച്ചയിലൂടെ ചില ആൾക്കാർ ഇത് ഉച്ചയ്ക്ക് ആക്കിയ പോരെ ഈ അരമണിക്കൂറും വൈകുന്നേരം ആയാൽ എന്താ എന്നെല്ലാം പറഞ്ഞുള്ള ഒരു ചില അഭിപ്രായ പ്രകടനങ്ങളെല്ലാം സ്വാഭാവികമായിട്ട് നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങളെല്ലാം നടത്തിയിരുന്നു. അതിൻ്റെ പ്രയാസങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവരോട് സൂചിപ്പിക്കുകയുണ്ടായി. പ്രയാസങ്ങളെന്ന് പറഞ്ഞാൽ 2025 മെയ് 31 സർക്കാർ ഉത്തരവാണ് ആദ്യമായിട്ട് ഇറങ്ങുന്നത്. അതിൽ പറയുന്നത് ക്ലാസ് 1 മുതൽ ക്ലാസ് 4 വരെ 198 പ്രവൃത്തി ദിവസങ്ങളുണ്ടാവണം. ക്ലാസ് 5 മുതൽ 7 വരെ 200 പ്രവൃത്തി ദിനങ്ങൾ ഉണ്ടാവണമെന്നാണ് പറയുന്നത്. ക്ലാസ് 8 മുതൽ 10 വരെ 204 പ്രവൃത്തി ദിനങ്ങളായി കൊണ്ടുമാണ് ഈ മെയ് മാസം 31 ഉത്തരവ് ഇറങ്ങുന്നത്. അതിൽ LP വിഭാഗം സ്കൂളുകൾക്ക് അധിക പ്രവൃത്തി ദിവസം ഇല്ല. UP വിഭാഗം സ്കൂളുകളിൽ ആഴ്ചയിൽ 6 പ്രവൃത്തി ദിനം വരാത്ത രീതിയിൽ 2 ശനിയാഴ്ചകൾ ഉൾപ്പെടുത്തിക്കൊണ്ടും ഹൈസ്കൂൾ വിഭാഗം സ്കൂളുകൾക്ക് 6 ശനിയാഴ്ചകൾ ജൂലൈ ഉൾപ്പെടുത്തിക്കൊണ്ടുമാണ് കലണ്ടർ തയ്യാറാക്കിയിട്ടുള്ളത്. അതായത് ഹൈസ്കൂളിൽ 198 സാധ്യമായ ദിവസങ്ങളും 6 ശനിയാഴ്ചയും ചേർന്ന് 204 പ്രവൃത്തി ദിവസം, 38 വെള്ളിയാഴ്ച ഒഴിവാക്കി. അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ടാണ് രാവിലെ 15 മിനിറ്റും ഉച്ച കഴിഞ്ഞ് 15 മിനിറ്റും അധിക പ്രവൃത്തി സമയം ഉൾപ്പെടുത്തി പീരീഡുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. അതായത് 10 മണിക്ക് തുടങ്ങുന്ന ക്ലാസ് 9:45 തുടങ്ങണം. അടുത്ത ഒരു പീരീഡിലേക്ക് 10:30 ആകുമ്പോൾ ഒരു പീരീഡ് കഴിയും. അപ്പോൾ 45 മിനിറ്റ് ആവും. ഒരു കുട്ടിക്ക് 10 മിനിറ്റായിരിക്കും. പിന്നെ 10 മിനിറ്റ് രാവിലെ ഇൻ്റർവെല് കിട്ടും, 5 മിനിറ്റ് ഉച്ചയ്ക്ക് ശേഷം അവന് ഇൻ്റർവെല് കിട്ടും. ഉച്ചയ്ക്ക് ഇടവേളയ്ക്ക് 1 മണിക്കൂർ കിട്ടും. അപ്പോൾ ഇത് ആകെ രാവിലെ മാത്രമാണ് ഈ 15 മിനിറ്റിൻ്റെ പ്രശ്നം ബാധിക്കുന്നത്. വേറെ ഒരു ബാധിക്കുന്ന പ്രശ്നമില്ല. 10 മണിക്ക് തുടങ്ങുന്നത് 9:45 ആരംഭിക്കുന്നു. ഇത് കൂടാതെ ഈ കേസിന് ആസ്പദമായ കാര്യമെന്ന് പറയുന്നത് വിട്ടൂർ എബനൈസർ
HS PTAയും മാനേജറും കൂടി ഫയൽ ചെയ്ത റിട്ട് ഹർജിയാണ്. ആ റിട്ട് ഹർജിയിൽ ഉത്തരവ് പ്രകാരം അധ്യയന വർഷം 220 പ്രവൃത്തി ദിനം വേണമെന്ന് ഹർജിക്കാരൻ്റെ ആവശ്യത്തിന്മേൽ ചട്ടപ്രകാരം തീരുമാനിക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് കോടതി പറഞ്ഞു. അപ്പോൾ ചട്ടപ്രകാരം 220 അല്ലേ, 20 പ്രവൃത്തി ദിനം പിന്നെ അത് ചട്ടപ്രകാരം തീരുമാനിക്കലാണ് കോടതി DGയോട് പറഞ്ഞത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഹർജിക്കാരനെ കേൾക്കുകയും ഏപ്രിൽ മാസം 25-ാം തീയതിയിൽ ഒരു ഉത്തരവ് ഇറക്കുകയും ചെയ്തു. എന്നാൽ ഉത്തരവിറക്കി കലണ്ടറിൽ ഉൾപ്പെടുത്താനും തീരുമാനിച്ചു. എന്നാൽ ആ ഉത്തരവിനെതിരെ പിന്നെ കേരള വിദ്യാഭ്യാസ ആക്ടും ചട്ടങ്ങൾക്കും ബാധകമായ സ്കൂളുകളിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രസിദ്ധീകരിച്ച വിദ്യാഭ്യാസ കലണ്ടർ ചോദ്യം ചെയ്തുകൊണ്ട് അധ്യാപക സംഘടനകൾ കേസിന് പോയി. അധ്യാപക സംഘടനകൾ കേസിന് പോയ ശേഷം പോയ അവസരത്തിൽ ഡയറക്ടറുടെ അധികാരത്തെയും ഈ കേസ് ചോദ്യം ചെയ്തു. അപ്പോൾ കോടതി ചോദിച്ച് ശനിയാഴ്ച പ്രവൃത്തി ദിവസമാക്കുന്നതിന് പിന്നെ ഉള്ള ഉത്തരവിടാൻ വേണ്ടി ഈ DGക്ക് എന്താ അധികാരം എന്ന് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ 2004 ആഗസ്റ്റ് മാസം 1 ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു വിധിന്യായം പറഞ്ഞു. ആ വിധിന്യായം എന്ന് പറയുന്നത് 2009 വിദ്യാഭ്യാസ ആക്ടിലെ വ്യവസ്ഥകൾക്ക് വിധേയമായും ബന്ധപ്പെട്ടവരെ കേട്ടും ഇക്കാര്യത്തിൽ വിദഗ്ധരായവരുടെ അഭിപ്രായങ്ങൾ കേട്ട ശേഷം മാത്രമേ ഇപ്പോൾ ഉള്ള തീരുമാനം പുനഃപരിശോധിക്കാൻ പിന്നെ ഒരു വിധിയുണ്ടായി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 2024 മെയ് മാസം 25-ാം തീയതി ഈ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ തീരുമാനവും 25 ശനിയാഴ്ചകൾ പ്രവൃത്തി ദിനങ്ങളാക്കിയ വിദ്യാഭ്യാസ കലണ്ടറും നിയമപരമായി നിലനിൽക്കില്ല എന്ന് പറഞ്ഞുള്ള ഉത്തരവ് കോടതി ഇറക്കുന്നതിന് വേണ്ടി തയ്യാറായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 2024 ആഗസ്റ്റ് മാസം 1 ബഹുമാനപ്പെട്ട കോടതി നിർദ്ദേശമനുസരിച്ച് ഒരു ഉന്നതതല കമ്മിറ്റിയെ ഇത് പഠിക്കുന്നതിന് വേണ്ടി നിയോഗിച്ചത്. 5 അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമിതിയെ രൂപീകരിച്ചിരുന്നു. ആ സമിതി നൽകിയിട്ടുള്ള നിർദ്ദേശം കോടതിക്ക് തുല്യമാണ്. കോടതി പറഞ്ഞ അനുസരിച്ചാണല്ലോ. അത് പ്രകാരമാണ് ഇപ്പോൾ കാണുന്ന 15 മിനിറ്റ് രാവിലെയും വൈകുന്നേരം 15 മിനിറ്റും കൂടുതൽ എടുക്കുന്നതിന് വേണ്ടി പിന്നെ പുനഃക്രമീകരിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചത്. ഇതിലെ നിയമങ്ങളും ചട്ടങ്ങളും നോക്കിയാൽ കേരള വിദ്യാഭ്യാസ ചട്ടങ്ങളിലെ അധ്യായം 7 ചട്ടം 3 പ്രകാരം ഓരോ സ്കൂൾ വർഷത്തിലും സാധാരണഗതിയിൽ ചുരുങ്ങിയത് പരീക്ഷാ ദിവസങ്ങൾ കൂടാതെ 220 സാധ്യമായ ദിവസങ്ങൾ ഉണ്ടായിരിക്കണമെന്നും എന്നാലും പ്രത്യേകം കാണിക്കുന്നുണ്ട്.